ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ വത്സാസുരന്റെ മോക്ഷവും ഹയഗ്രീവന്റെ പുത്രനായ ഉൽക്കലന്റെ മോക്ഷവും നമ്മൾ കേട്ടു. ഇനി ഭഗവാൻ അടുത്തത് ഏത് അസുരനാണ് മോക്ഷം കൊടുക്കുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം അഘാസുര മോക്ഷമാണ് അടുത്തത്. ഒരു ദിവസം ശ്രീകൃഷ്ണനും ചങ്ങാതിമാരും വത്സപാലനം ചെയ്തുകൊണ്ട് യമുനാ തടത്തിലേക്ക് നടന്നു. അഘാസുരൻ എന്നൊരു കംസകിങ്കരൻ 1 യോജന നീളത്തിലുള്ള പെരുമ്പാമ്പിന്റെ രൂപമെടുത്ത് ഗുഹ പോലെ വായും പിളർന്ന് വഴിയിൽ കിടപ്പായി. വലിയൊരു പർവ്വത ഗുഹയാണെന്ന് ധരിച്ച ഗോപപാലന്മാർ പശുക്കുട്ടികളെയും കൊണ്ട് അതിനുള്ളിലേക്ക് കയറി. അവരെ രക്ഷിക്കാനായി ബലരാമൻ ഒന്നിച്ച് കൃഷ്ണനും പിന്നാലെ കയറി. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ആകാശത്തിൽ ആകാംക്ഷാഭരിതരായി നിന്നിരുന്ന ദേവന്മാർ ഹാഹാരവും മുഴക്കി. അഘാസുരന്റെ വക്രഗഹരത്തിൽ കടന്ന ശ്രീകൃഷ്ണൻ തന്റെ ദേഹം വലുതാക്കാൻ തുടങ്ങി. അഘാസുരന്റെ ഉടൽ 2 കീറി. വിഷമേറ്റിരുന്ന ഗോപാലന്മാരെയും പശുക്കളെയും കാരുണ്യ സുധാവർഷം പൊഴിച്ചുകൊണ്ടുള്ള ഒറ്റ നോട്ടത്തിൽ കൃഷ്ണൻ ജീവിപ്പിച്ചു. അഘാസുരന്റെ പ്രാണൻ ഭഗവാനിൽ ലയിച്ചു. ഈ സുഹൃതിയായ അവന്റെ പൂർവജന്മകഥയും നമുക്ക് കേൾക്കാം. ശങ്കാസുരന്റെ പുത്രനായി അതിസുന്ദരനായ ഒരു യുവാവുണ്ടായിരുന്നു. അവന്റെ പേരാണ് അഘാസുരൻ. തന്റെ സൗന്ദര്യ ഗർവ് കൊണ്ട് മത്തനായ അവൻ മലയ പർവ്വതത്തിൽ ചുറ്റി നടന്നിരുന്നപ്പോൾ ഒരിക്കൽ അഷ്ടവക്ര മുനിയെ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ വൈരൂപ്യം കണ്ട് അസുരൻ പരിഹസിച്ചു ചിരിച്ചു. ഒരു പെരുമ്പാമ്പായി പോകട്ടെ എന്ന് ആ തപോനിധി അഘാസുരനെ ശപിച്ചു. തന്റെ തെറ്റിൽ പശ്ചാത്തപിച്ച അസുരൻ ക്ഷമായാചനം ചെയ്തു. മഹർഷി സന്തുഷ്ടനായി ദ്വാപരാന്തത്തിൽ അവതരിക്കാനിരിക്കുന്ന ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ വെച്ച് നിന്നെ 2 പിളരും, അന്ന് നിനക്ക് മുക്തി ലഭിക്കും എന്ന് മുനി അനുഗ്രഹിച്ചു. അഷ്ടവക്ര ശാപത്താൽ സർപ്പമായി തീർന്ന അവന് ദേവന്മാർക്ക് കൂടി ദുർലഭമായ മോക്ഷം കൈവന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.